ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും സച്ചൊന്നും കൂടിയിട്ട് ഇന്ന് അത്തപ്പൂക്കളം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ കാഞ്ഞിരംകുളത്തുള്ള പെരുന്താനി ബ്രദേഴ്സ് ഒരുക്കുന്ന അത്തം എല്ലാ വർഷവും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള അത്തമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഫുള്ള് തിരക്കാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ്. ഫുള്ളായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയത് കാരണം ചേച്ചിയമ്മയും മീനാക്ഷിക്കുട്ടിയെയും കൊച്ചനെയൊക്കെ കാണാൻ പറ്റി. ഇതാണ് നമ്മുടെ അത്തം. ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാണാൻ വന്ന ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. 10-25 വർഷത്തിലധികമായിട്ട് അത്തം ഒരുക്കുകയാണ് എല്ലാ ഓണത്തിനും പെരുന്താനി ബ്രദേഴ്സ്. 20ഓളം ദിവസം നീണ്ടു നിന്നാണ് ഈ അത്തം അവരെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ 15ഓളം കരകൗശല വിദഗ്ധർ അടങ്ങി പ്രവർത്തിച്ച ഒരു അത്തപ്പൂക്കളമാണ് ഈ കാണുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ സ്ക്വിറലും പീക്കോക്കും എലിഫൻറ്റും ദേവിയും ഒരു 3D എഫക്റ്റാണ്. 2500 ചതുരശ്ര അടിയിലധികം വിസ്തൃതിയുള്ള ഭീമാകാരമായിട്ടുള്ളൊരു അത്തമാണ് പെരുന്താനി ബ്രദേഴ്സ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെ അവസാനം 7 പേരായിട്ടുണ്ട്. എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്, കൊച്ചനും. അങ്ങനെ ഞങ്ങൾ അടുത്ത അത്തം കാണാൻ വേണ്ടി പോവുകയാണ് ആഴിമലയിലോട്ട്. തിരിച്ചു പോകുന്ന വഴിയിലെല്ലാം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പാനിപൂരി ഷോപ്സ്, അങ്ങനെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ അടുത്ത അത്തം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അടുത്തിനി ആഴിമലയിലോട്ടാണ് അത്തം, അടുത്ത ഏറ്റവും വലിയ അത്തം എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹൈവേയുടെ അവിടെ ചേച്ചിയമ്മയും കൊച്ചനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, മീനാക്ഷിക്കുട്ടി. അങ്ങനെ അവരൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മുകളിൽ നമ്മുടെ പെരുന്താനി ബ്രദേഴ്സിൻ്റെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നമുക്ക് താഴെ നോക്കിയാൽ നന്നായിട്ട് അടിപൊളിയായിട്ട് കാണാം. അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിട്ടും ചേച്ചിയമ്മയും കൊച്ചനെയും അവരെ ആരെയും കാണാനില്ല. ഞങ്ങളങ്ങനെ ഏറ്റവും പുറകിലായിപ്പോയി. ഒടുവിൽ അവരെ പിടികൂടി ഗായ്സ്. അങ്ങനെ ചേച്ചിയമ്മ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഹൈവേയുടെ അണ്ടർഗ്രൗണ്ടിലായിട്ട് ഒരു വടംവലി കണ്ടു ഈ രാത്രി. അങ്ങനെ അതും മിസ്സാക്കിയില്ല. കുഞ്ഞു പിള്ളേരടക്കം മുതിർന്നവർ വരെയും ഈ വടംവലി കാണാൻ ഈ പാതിരാത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട ശേഷം പോകുന്ന വഴിയിൽ കണ്ട അത്തമാണ് കാണുന്നത്. അടുത്തൊരു അത്തമാണ് നമ്മുടെ നെല്ലിമൂട് കണ്ടിട്ടുള്ളതായിരുന്നു, ഗണപതിയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് ഒരു വെറൈറ്റി ഡാൻസൊക്കെ കണ്ടു, ഡ്രസ്സെല്ലാം വെറൈറ്റി ആയിട്ട് ധരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ അത്തത്തിൻ്റെ വിശേഷം ഇവിടെ അവസാനിക്കുന്നില്ല.